ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്കോബെറി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് ഹൈറ്റിൽ 1 kg ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതിന് കഴുകി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് 2 പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഒരു പാക്കറ്റും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്ട്രോബെറി എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ബ്ലൂബെറി വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത സ്ട്രോബെറി ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് ഉണ്ടാവും. അതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സ്ട്രോബെറിയുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് കേക്കിലെ ലെയറിൽ കൊടുക്കാനായിട്ട് ഇതേപോലെ തന്നെ വെക്കുന്നുണ്ട്. ബാക്കി ഒരു പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലെയറിൽ ചേർക്കാനും ബാക്കിയുള്ളത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് കേക്കിലേക്ക് നമ്മൾ സ്പഞ്ച് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കാനാണ്. ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നല്ലപോലെ അരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ പാൽ ഒരു ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ ഈ കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് അങ്ങ് പെട്ടെന്ന് മിക്സായി കിട്ടും. മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ തണുപ്പില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇതിലേക്കിനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട ഒന്ന് ബീറ്റായിട്ട് ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മൊത്തത്തിൽ ചേർത്തിട്ട് ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വന്നിട്ട് ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ഇപ്പോൾ മുട്ട നല്ല ക്രീമി ആയിട്ട് നല്ലൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാലൊന്നും ചേർക്കാതെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്.
നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ ആ ഒരു കൂട്ട് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ബൗളിൽ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ള ആ സ്ട്രോബെറി ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഈ ഒരു കളർ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. രണ്ടും ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടും, കാണാൻ കേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരെണ്ണം ഞാൻ ഓവനിലും ഒരെണ്ണം ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഈ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഞാൻ 170 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 45 മിനിറ്റ് വെച്ചിട്ട് അതും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനില്ലാതെ ചെയ്ത കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഇടയിലാക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഓവനിൽ ചെയ്ത കേക്കും ബേക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ചൂടൊക്കെ പോയിട്ട് വേണം കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1/2 കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം നല്ല ചൂടാക്കി എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ഓരോ കേക്കും 3 പീസായിട്ട് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു സ്ട്രോബെറി സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് കേക്ക് ഒന്ന് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ക്രഷ് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത പീസ് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. എല്ലാ ലെയറിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്ക് മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലെല്ലാം നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ആ ചോക്ലേറ്റ് ഗനാഷാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്പാച്ചില വെച്ചിട്ട് മുകളിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ ആ കേക്കിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ബ്ലൂബെറി വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് സ്ട്രോബെറിക്ക് പകരമായിട്ട് ബ്ലൂബെറി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്